ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ലോഗോസിനെ ഒരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ കാണാനായിട്ട് പോവുക. 35 ചോദ്യങ്ങൾക്ക് 4 ഓപ്ഷൻസ് വീതവും അതിനുശേഷം ശരിയായ ഉത്തരവും ഈ വീഡിയോ നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുകയും ഒടുവിൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇത് പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ അവസരമാക്കി നമുക്ക് മാറ്റാം. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. എല്ലാറ്റിനും എന്തുണ്ട്? ഓപ്ഷൻസ്: എ ഒരു വഴി, ബി ഒരു സമയം, സി ഒരു നിയമം, ഡി ഒരു ഫലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു സമയം. 2. എന്തിന് അവസരമുണ്ട്? ഓപ്ഷൻസ്: എ മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും, ബി ഭൂമിയിലെ സകല ജീവികൾക്കും, സി ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക്, ഡി ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും. 3. പൂരിപ്പിക്കുക. ജനിക്കാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. ഓപ്ഷൻസ്: എ ജീവിക്കാൻ, ബി വളരാൻ, സി വിശ്രമിക്കാൻ, ഡി മരിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മരിക്കാൻ. 4. പൂരിപ്പിക്കുക. നടാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. ഓപ്ഷൻസ്: എ നശിപ്പിക്കാൻ, ബി കൊയ്യാൻ, സി സൂക്ഷിക്കാൻ, ഡി നട്ടത് പറിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നട്ടത് പറിക്കാൻ. 5. പൂരിപ്പിക്കുക. കൊല്ലാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. ഓപ്ഷൻസ്: എ ശിക്ഷിക്കാൻ, ബി സൗഖ്യമാക്കാൻ, സി വിലപിക്കാൻ, ഡി ന്യായം ചെയ്യാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൗഖ്യമാക്കാൻ. 6. പൂരിപ്പിക്കുക. തകർക്കാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. ഓപ്ഷൻസ്: എ പണിതുയർത്താൻ, ബി ഉപേക്ഷിക്കാൻ, സി മറക്കാൻ, ഡി മൂടാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പണിതുയർത്താൻ. 7. സഭാപ്രസംഗകൻ 3-4 പ്രകാരം എന്തിനെല്ലാം കാലങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ ജനിക്കാനും മരിക്കാനും, ബി സമ്പാദിക്കാനും നഷ്ടപ്പെടുത്താനും, സി കരയാൻ, ചിരിക്കാൻ, വിലപിക്കാൻ, നൃത്തം ചെയ്യാൻ, ഡി സംസാരിക്കുവാനും മൗനം പാലിക്കുവാനും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കരയാനും ചിരിക്കാനും വിലപിക്കാനും നൃത്തം ചെയ്യാനും. 8. സഭാപ്രസംഗകൻ 3-5 പ്രകാരം എന്തിനെല്ലാം കാലങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ വിതയ്ക്കാനും കൊയ്യാനും, ബി കല്ല് പെറുക്കി കളയാനും കല്ല് പെറുക്കി കൂട്ടാനും, ആലിംഗനം ചെയ്യാനും ആലിംഗനം ചെയ്യാതിരിക്കാനും, സി കീറാനും തുന്നാനും, ഡി സ്നേഹിക്കാനും ദ്വേഷിക്കാനും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കല്ല് പെറുക്കി കളയാനും പെറുക്കി കൂട്ടുവാനും, ആലിംഗനം ചെയ്യുവാനും ആലിംഗനം ചെയ്യാതിരിക്കുവാനും. 9ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, ഡാഷ് ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം. ഓപ്ഷൻസ്: എ പങ്കുവയ്ക്കാൻ, ബി ഉപയോഗിക്കാൻ, സി സൂക്ഷിച്ചു വയ്ക്കാൻ, ഡി മറയ്ക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സൂക്ഷിച്ചു വയ്ക്കാൻ. 10. സഭാപ്രസംഗകൻ 3-7 പ്രകാരം എന്തിനെല്ലാം കാലങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ സംസാരിക്കാനും മൗനം പാലിക്കുവാനും, ബി കീറാൻ തുന്നാൻ മൗനം പാലിക്കാൻ സംസാരിക്കാൻ, സി ജനിക്കാനും മരിക്കാനും സമ്പാദിക്കാനും നഷ്ടപ്പെടുത്തുവാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കീറാനും തുന്നാനും മൗനം പാലിക്കാനും സംസാരിക്കാനും. 11. പൂരിപ്പിക്കുക. സ്നേഹിക്കാൻ ഒരു കാലം,
ദ്വേഷിക്കാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം. ഓപ്ഷൻസ് എ പോരാടാൻ, ബി പ്രതിരോധിക്കാൻ, സി യുദ്ധത്തിന്, ഡി ശിക്ഷിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യുദ്ധത്തിന്. 12 അധ്വാനിക്കുന്നവന് അവന്റെ എന്തുകൊണ്ടെന്ന് ഫലം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ കഴിവ് കൊണ്ട്, ബി ജ്ഞാനം കൊണ്ട്, സി അനുഭവം കൊണ്ട്, ഡി അധ്വാനം കൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അധ്വാനം കൊണ്ട്. 13 സഭാപ്രസംഗകൻ കണ്ടത് എന്ത്? ഓപ്ഷൻസ് എ മനുഷ്യരുടെ ദുഃഖം, ബി ലോകത്തിന്റെ വ്യർത്ഥത, സി ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി, ഡി ദൈവത്തിന്റെ ശിക്ഷ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി. 14 ദൈവം എങ്ങനെയാണ് സമസ്തവും സൃഷ്ടിച്ചത്? ഓപ്ഷൻസ് എ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം, ബി അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്ത വിധം, സി കഠിനമായ പരിശ്രമത്തോടെ, ഡി അക്രമമായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്ത വിധം. 15 മനുഷ്യ മനസ്സിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ജ്ഞാനം, ബി ഭയം, സി ന്യായബോധം, ഡി കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. 16 മനുഷ്യന് കഴിവില്ലാത്തത് എന്തിലാണ്? ഓപ്ഷൻസ് എ നന്മ തിരിച്ചറിയാൻ, ബി ദൈവത്തെ സ്നേഹിക്കാൻ, സി ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യാന്ത്യം ഗ്രഹിക്കാൻ, ഡി അധ്വാനിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യാന്ത്യം ഗ്രഹിക്കാൻ. 17 സഭാപ്രസംഗകൻ മനുഷ്യരെക്കുറിച്ച് അറിയുന്നത് എന്താണ്? ഓപ്ഷൻസ് എ സമ്പത്ത് ഏറ്റവും വലിയ ആശീർവാദമാണ്, ബി അധികാരം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു, സി ദൈവത്തെ ഭയപ്പെടലാണ് പ്രധാനമെന്ന്, ഡി ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മറ്റൊന്നുമില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മറ്റൊന്നുമില്ല. 18 സഭാപ്രസംഗകൻ ദൈവത്തിന്റെ ദാനമാണെന്ന് അറിയുന്നത് എന്ത്? ഓപ്ഷൻസ് എ ദീർഘായുസ്, ബി ജ്ഞാനം, സി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുന്നത്, ഡി സമ്പത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുന്നത്. 19 ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം എങ്ങനെയാണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ മാറുന്നവ, ബി നശിക്കുന്നവ, സി മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്നവ, ഡി ശാശ്വതമായവ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശാശ്വതമായവ. 20 ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? ഓപ്ഷൻസ് എ വിശദീകരിക്കാൻ, ബി കൂട്ടാനോ അതിൽ നിന്ന് കുറയ്ക്കാനോ, സി ആരാധിക്കാൻ, ഡി അനുഭവിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൂട്ടാനോ അതിൽ നിന്ന് കുറയ്ക്കാനോ. 21 ദൈവത്തിന്റെ പ്രവൃത്തികൾ കൂട്ടുവാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുവാനോ സാധ്യമല്ല. ഇത് ദൈവം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ് എ മനുഷ്യർ സന്തോഷിക്കുന്നതിന് വേണ്ടി, ബി മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുന്നതിന് വേണ്ടി, സി മനുഷ്യർ ജ്ഞാനം തേടുന്നതിന് വേണ്ടി, ഡി മനുഷ്യർ സമ്പത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുന്നതിന് വേണ്ടി. 22 ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് എ ഇപ്പോൾ നടക്കുന്നതിനെ, ബി ഭാവിയിൽ സംഭവിക്കുന്നതിനെ, സി മനുഷ്യരുടെ പ്രവൃത്തികളെ, ഡി കടന്നുപോയ ഓരോന്നിനെയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കടന്നുപോയ ഓരോന്നിനെയും. 23 എവിടെയാണ് തിന്മ കുടികൊള്ളുന്നതായി സഭാപ്രസംഗകൻ കണ്ടത്? ഓപ്ഷൻസ് എ സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത്, ബി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, സി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ, ഡി ദേവാലയത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത്. 24
ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം എന്ത് നിശ്ചയിച്ചിരിക്കുന്നു? ഓപ്ഷൻസ്: എ ഫലം, ബി വിധി, സി സമയം, ഡി ശിക്ഷ. ശരിയായ ഓപ്ഷൻ സി ആണ് സമയം. 25. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം ആരെ വിധിക്കുന്നു? ഓപ്ഷൻസ്: എ ദൈവഭക്തരെ മാത്രം, ബി നീതിമാനെയും ദുഷ്ടനെയും, സി പുരോഹിതരെ, ഡി രാജാക്കന്മാരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് നീതിമാനെയും ദുഷ്ടനെയും. 26. ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെയെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ നീതിമാന്റെയും ദുഷ്ടന്റെയും, ബി രാജാവിന്റെയും ദാസന്റെയും, സി മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും, ഡി ജ്ഞാനിയുടെയും ഭോഷന്റെയും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും. 27. എല്ലാറ്റിനും ഉള്ളത് എന്താണ്? ഓപ്ഷൻസ്: ഒരേ അന്ത്യം, ബി ഒരേ വഴി, സി ഒരേ നിയമം, ഡി ഒരേ ശ്വാസം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒരേ ശ്വാസം. 28. മനുഷ്യന് എന്തിനേക്കാൾ മേന്മയില്ല? ഓപ്ഷൻസ്: എ ദൈവത്തെക്കാൾ, ബി മൃഗത്തേക്കാൾ, സി ദൂതന്മാരെക്കാൾ, ഡി സൃഷ്ടിയേക്കാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മൃഗത്തേക്കാൾ. 29. എല്ലാം എവിടെ നിന്ന് ഉണ്ടായി? ഓപ്ഷൻസ്: എ വെള്ളത്തിൽ നിന്ന്, ബി ആകാശത്തിൽ നിന്ന്, സി പൊടിയിൽ നിന്ന്, ഡി മണ്ണിൽ നിന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് പൊടിയിൽ നിന്ന്. 30. എല്ലാം എവിടേക്ക് പോകുന്നു? ഓപ്ഷൻസ്: എ ഭൂമിയിലേക്ക്, ബി ആകാശത്തിലേക്ക്, സി നരകത്തിലേക്ക്, ഡി പൊടിയിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൊടിയിലേക്ക്. 31. മനുഷ്യന്റെ പ്രാണൻ എവിടേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ താഴെ മണ്ണിലേക്ക്, ബി മേപ്പോട്ട്, സി ലോകത്തിലേക്ക്, ഡി ശൂന്യതയിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മേൽപോട്ട്. 32. മൃഗത്തിന്റെ പ്രാണൻ എവിടേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ മേൽപോട്ട്, ബി ആകാശത്തിലേക്ക്, സി താഴെ മണ്ണിലേക്ക്, ഡി മനുഷ്യന്റെ അടുക്കൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് താഴെ മണ്ണിലേക്ക്. 33. മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവന്റെ ഗതിയെന്നും ആരാണ് മനസ്സിലാക്കിയത്? ഓപ്ഷൻസ്: എ സോളമൻ രാജാവ്, ബി പ്രവാചകൻ, സി ജ്ഞാനി, ഡി സഭാപ്രസംഗകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സോളമൻ സഭാപ്രസംഗകൻ. 34. സഭാപ്രസംഗകൻ 3:2 സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗമേത്? ഓപ്ഷൻസ്: എ സങ്കീർത്തനം 23 1 മുതൽ 6 വരെ, ബി യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം, സി ഏശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 29 വരെ, ഡി ഉൽപ്പത്തിയുടെ പുസ്തകം 1:1. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഏശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 29 വരെ. അവസാനത്തെ ചോദ്യം 35. ദൈവത്തിന്റെ വിധികൾ എത്ര ദുർജ്ഞേയം? റോമ 11:33. ഈ വചനത്തോട് യോജിക്കുന്ന സഭാപ്രസംഗകന്റെ വചനം ഏതാണ്? ഓപ്ഷൻസ്: എ സഭാപ്രസംഗകൻ 3:1, ബി സഭാപ്രസംഗകൻ 3:9, സി സഭാപ്രസംഗകൻ 3:14, ഡി സഭാപ്രസംഗകൻ 3:11. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സഭാപ്രസംഗകൻ 3:11. ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചൊരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 125 രൂപയാണ് ഈ മാതൃക ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില. മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ്. ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജായ 50 രൂപ ഉൾപ്പെടെ 175 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.
ഇടവക തലത്തിൽ 25 കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് 125 രൂപ വില വരുന്ന ഈ ബുക്ക് 100 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ബുക്കിൻ്റെ വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.